അപ്പൊ നമ്മൾ എന്തായാലും ഒരു വളരെ ചെറിയൊരു റിപ്പോർട്ടിലേക്ക് പോയി വരാം. ഈ വളരെ ആസ്വദിച്ച് ഈ കലോത്സവ വേദിയെ ധന്യമാക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ ആരാണ് പറഞ്ഞത് കുട്ടികൾക്ക് മാത്രമാണെന്ന്? ഇന്നലെ ഉണ്ടല്ലോ ആര്യ, ഞാനും ഐശ്വര്യയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും പട്ടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ കലോത്സവ വേദിയിൽ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് അവരിങ്ങനെ സന്തോഷത്തിൽ പോവാണ്. അതായത് അത്ര തിരക്കാ, അവർക്ക് നടക്കാനുള്ള സ്ഥലം പോലുമില്ല. എന്നിട്ടും അവരിങ്ങനെ കലോത്സവ വേദിയിലെത്തി ഇന്നും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ അപ്പച്ചന്റെ അമ്മച്ചി ഇത് കണ്ടിട്ട് ശരി. കൊല്ലം ചിന്നക്കട സ്വദേശികൾ രാജപ്പൻ വയസ്സ് 91, ശാന്തമ്മയ്ക്ക് 85. കൗമാരക്കാർ ആഘോഷമാക്കുന്ന കലോത്സവ വേദിയിൽ കൈപിടിച്ച് വർണ്ണാഭമായ കാഴ്ചകൾ കാണുകയാണ് ഇരുവരും. അവരെ നല്ല കോപ്പറേറ്റീവാണ് കുട്ടികളെല്ലാം. അപ്പൊ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു പ്രതീതിയാണ്. ഹാപ്പിയാ മോനെ. 10 നില കെട്ടിടത്തിനും പരമസുഖം എന്നും പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യുമ്പം എന്റെ മോനെ വിളിച്ച് പറയും. പക്ഷേ അത് ഒരിക്കലും ശരിയല്ല, തോന്നല. പരമസുഖം തന്നെ, എന്നാലും നമ്മളെ സ്വർണ്ണ കൂട്ടിലിട്ടാലും കൂടുതലല്ലേ അല്ലേ, സ്വാതന്ത്ര്യമുണ്ട്. ഇതിപ്പം ഞങ്ങൾ രണ്ടുപേരും അത് നമുക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ നടന്ന് സന്ധ്യയാകുമ്പം വീട്ടിൽ ചെന്ന് വിളക്കം കൊളുത്തി വെച്ചുള്ള ആഹാരം സുഖം. കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്തിലെ കാഴ്ചകൾ കണ്ടു. കലോത്സവം തീരുന്നതുവരെ ഇവിടെ വരണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. പ്രായമൊന്നും വിഷയമേ അല്ല, കലോത്സവ വൈബ് ഇവരെയും കീഴടക്കുകയാണ്. ആഘോഷമാക്കാനുള്ളതാണ് ജീവിതം. അതിന് ഇതിലും നല്ല അവസരം വേറെ ഏത്? ഐശ്വര്യാനിൽ, ന്യൂസ് 18, കൊല്ലം.